ഒരു ഡോക്യുമെന്ററി ആണ്, ഡിസ്കവറി ചാനലിൻ്റെ ഇതാണോ ഇതെന്ന് പറഞ്ഞാൽ ഡിസ്കവറി ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം ഫേസ്ബുക്കിൽ, അല്ല ഇൻസ്റ്റയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഫേസ്ബുക്കിലായത് കണ്ടേക്കുന്നത്. അതിനകത്തൊരു കടലിൽ ഒരാൾ വീണിട്ട് ആളെ റെസ്ക്യൂ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞാൽ. പക്ക ഷൂട്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ആക്ടേഴ്സ് എന്ന് ചെയ്യുന്ന പരിപാടി ഇത്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കര റിയാലിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്ററി ഒരു സിനിമ പോലെ ആക്കിയെടുക്കുന്ന ഡോക്യുമെന്ററി ഫിലിമാണിത്. കണ്ടോ, ഭയങ്കര രസമാണ്. എന്നാൽ ഇവരിത് ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. നോക്കിയപ്പോൾ ക്യാമറമാനൊക്കെ നിൽക്കുന്നത് കാണാം. ഇവരെല്ലാം എന്തോരം കട്ടെടുത്താന്ന് നോക്കിയേ. അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു, കടൽ കാണിക്കുന്നു, അതിനിടയിൽ ഇതെടുക്കുന്നു, മറിക്കുന്നു. ഇതിനകത്ത് കടൽ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ കിടക്കുന്നവർ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ചാടിയ പോലെ, അവിടെ കിടന്നു പോയ പോലെ, ഇങ്ങനെ തെറിച്ച് വീണ പോലെയൊക്കെ. ഇത് കടൽ തന്നെയാണോ എന്നൊരു സംശയം തോന്നും ചില സമയത്തൊക്കെ. ചില അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ട്സ് നടന്നിട്ടുണ്ടോ മനസ്സിലായോ? അവർ തന്നെ ആയിരിക്കും, അതൊക്കെ അതേ ചെയ്യാവുന്നതേ ഉള്ളൂ. അവരിത് ഭയങ്കര കാര്യമായിട്ടാണ് ചെയ്യുന്നത്. നോക്കിയേ, അവിടെ കിടക്കുന്നു. ഇവർ ഭയങ്കര സിനിമാറ്റിക്കാണ്, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഭയങ്കര റിയൽ ആയിട്ടുള്ള ഫീൽ. ഇവരെല്ലാം അഭിനയിക്കും. ഇത് ഇത്രയും നന്നായിട്ടൊന്നും ഇവിടെ ആരും അഭിനയിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മോഹൻലാലൊക്കെ സീൻ കാണിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഒത്തിരിയായിരിക്കും. ഇത് നമ്മൾ ഹിസ്റ്ററി ചാനലിനകത്ത് ഹിസ്റ്ററി കാണിക്കുമല്ലോ, പഴയ രാജാക്കന്മാർ വരുന്നു, അവരങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് കാണിക്കുമ്പോൾ ഷൂട്ട് ചെയ്തുണ്ടാക്കിക്കൊണ്ട് വരത്തില്ലേ ആ ഒരു വിഷ്വല്. അത് നമ്മുടെ സ്റ്റോറി കാണുമ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. നമ്മൾ ഒരാളെ രക്ഷിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ ഇതെടുത്തു നടക്കുന്നില്ല. പിന്നെ മറ്റേ ലൈഫ് ഇത് മറ്റേ സാധനം എന്താ ഇതൊക്കെ എറിഞ്ഞു കൊടുത്തു, കയറിട്ട് നോക്കി, ട്രെയിൻ വെച്ച് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം കാണിക്കും. കണ്ടോ, ഇയാളകത്ത് നിന്ന് ഭയങ്കര കമാൻഡ് ചെയ്യുന്നു, ബഹളമാണ്. 4 പേരുണ്ട്, 2 ക്യാമറമാനുണ്ട്. ഇത് ഷൂട്ടിങ്ങിന് തന്നെ പോകുന്നവര്, മനസ്സിലായില്ല. അല്ലാതെ അവിടെ വീണ ഒരാളുടെ നേരത്തെ ഇത്രയും ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആരും വിചാരിക്കത്തില്ല. പക്ഷെ ഇത് കാണാനൊരു രസമാണ്. നിങ്ങൾ ഡിസ്കവറി ചാനൽ, ഹിസ്റ്ററി ചാനൽ, ഇങ്ങനത്തെ ചാനലൊക്കെ ഇതുപോലത്തെ കുറേ സാധനമുണ്ട്. ഈവൻ ആനുവൽ പ്ലാനിനകത്ത് ചില സ്റ്റോറി പറയും ഇവർ. ഈ പുലികളുടെയൊക്കെ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇത് നടക്കുന്നത്, ഇങ്ങനെ കഥ പറയുന്നതിനകത്ത് കുറേ വിഷ്വൽ കാണിക്കും. അത് ഈ പറഞ്ഞാൽ കാട്ടിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അതിന് സ്റ്റോറി ഉണ്ടാക്കുക ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. നമ്മളിവിടെ പക്ഷെ ചെയ്യുമ്പോൾ ആൾക്കാർ ഇതേപോലത്തെ തന്നെ സാധനങ്ങൾ പല ട്രാവൽ ബ്ലോഗ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ ഫാമിലി ബ്ലോഗ്സ് എല്ലാം പോലത്തെ ആൾക്കാർ ഇതുപോലത്തെ ചെയ്യും. പക്ഷെ ഭയങ്കര അപരാധമായി പോകും. ഇതെന്തോ ഇങ്ങനെ ചെയ്യുന്ന ആലോചിക്കും. ഓരോന്നൊക്കെ ചെയ്ത് വെക്കുന്ന കാണണം കിടന്ന്. ഭയങ്കര ദുരന്തം. ഇവരുടെ പക്ഷേ പാക്കയാണ്, ഇതെല്ലാം ആക്ടിങ്ങാണ്. എനിക്ക് ഈ മുറി വേറെ എവിടെയോ ഏതാ ഈ ക്യാപ്റ്റൻ സംസാരിക്കുന്നതും ഈ സാധനമൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് വേറെ എവിടെ ആവാനാണ് ചാൻസ്. കടലിൽ തന്നെയാണ്. ഇതുണ്ട് ക്യാമറമാൻ കാണിക്കുന്നുണ്ടോ അതിനിടയിൽ? അങ്ങനെ അതിനപ്പുറത്ത് ക്യാമറമാൻ ഉണ്ടെന്ന് അവിടെ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി അവരൊന്ന് ചെയ്യുന്നത്. ഇത് അങ്ങനെ തന്നെ. ഇത് കണ്ടറിയാം അവരുടെ അഭിനയവും കളിയും ഇവരുടെ എഡിറ്റിങ്ങും ക്യാമറ മൂവ്മെന്റ്സും ഡയലോഗ്സ് പറയുന്നതും അതിനിടയിൽ വീഡിയോ കേട്ടുന്നതും ഡബ് ചെയ്തതും കൂടാണോ എനിക്ക് ഡൗട്ടുണ്ട്. കുറെ തെറിയൊക്കെ കയറ്റി ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ശരിക്കും ഇത് റിയൽ ആണെന്നൊക്കെ വിചാരിച്ചതും കാണും കേട്ടോ. കണ്ടോ, അവനെ പിടിച്ച് പൊക്കിയെടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവനെ ഏറ്റവും നല്ല നടൻ. ബാക്കിയുള്ളവരൊക്കെ അഭിനയിക്കാമെന്ന് മനസ്സിലാവും, പക്ഷെ ഇയാൾ അഭിനയിക്കുന്നത് മനസ്സിലാകത്തില്ല. ഈ വെള്ളത്തിൽ കിടക്കുന്നവനെ കണ്ടോ. ഇവിടെ നായകൻ ശരിക്കും ഇയാളാ, ക്യാപ്റ്റൻ, മനസ്സിലായോ? നടികളില്ല ഇവിടെ, പെണ്ണുങ്ങൾക്ക് വലിയ റോളില്ല. ഞാൻ ആരെങ്കിലും പെണ്ണുങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. വെറുതെ സീനിന് ഒരു പെണ്ണിനെയും കൂടെ കൊണ്ടുവരണയാണ് ഇവന്മാരായതുകൊണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുന്ന കാണിക്കും. ഇവിടെ വെള്ളത്തിൽ വീണാൽ രക്ഷിക്കുന്നതും രക്ഷിച്ചു കഴിഞ്ഞുള്ള പരിപാടികളൊക്കെ എല്ലാം കാണാൻ പറ്റും. അവനവന് വയ്യ കേട്ടോ. എങ്ങനെയാണ് അവരിയ്ക്കുന്നതെന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കും, അങ്ങനെ കാണിക്കുമല്ലോ. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ സന്തോഷിക്കും, എല്ലാം ഉണ്ട്. അതെല്ലാം അതുപോലെ അവർ ആക്ട് ചെയ്ത് കാണിക്കുന്നേ കാണുന്നു. അതിനിടയിൽ തെറി വിളിക്കുക, ഇന്നുണ്ട് എന്തിനാണോ എന്ത്. ഇവൻ എവിടുന്നാ വീണ? ഈ കപ്പലിൽ നിന്ന് തന്നെയാണോ? ആ സ്റ്റോറി അറിയത്തില്ല. എഴുതി വെച്ചിട്ടുണ്ടോ വല്ലതും? ഇത് കമന്റ്സ് എന്തുവാ? 298K like a daylight was a lifeline and some wonder why king crab is so expensive. Once you have eyes on, do not look away, point the person and shout aloud, do not look away. If it was night he would be gone. Now that's a rescue, fucking right. I only will say this, that's a hell of captain. What a show of skills and calm under pressure. As a sailor now I see the real man overboard rescue, and that was the last time I went crab fishing. He's going to watch this clip back one day if he can. Too bad they didn't have a flock camera out there. Never take your eyes off the man overboard. അതതിനകത്ത് അവർ പറയുന്നത് കേട്ടോ. അയാളെ ഈ കിടക്കുന്ന ആള് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങുന്നതാണ് ചെയ്യുന്നത്. ഒരുത്തിന് നോക്കി അവനെ തന്നെ നോക്കി നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ അയാൾ മിസ്സാവും. Why don't they wear beacons on their life vest? And the cameraman is filming without even wearing a life jacket. അത് അവിടെയാണ് കുഴപ്പം. ഞാൻ പറഞ്ഞില്ല, ഇത് ആ സാധനം കാണിക്കുന്നതിനകത്തൊരു ചെറിയ സംഭവമുണ്ട്. ഇത് മൊത്തം സെറ്റാ, മനസ്സിലായോ? ഒരു കടൽ സീനുണ്ട് ഇല്ലെന്നല്ലാതെ കടലിറങ്ങി കിടക്കുന്ന ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ഈ ഉള്ളിലുള്ള ഷൂട്ടെല്ലാം സെറ്റപ്പാണ്. അത് കടലിൽ തന്നെ ഉള്ള കപ്പലാണോ നിർബന്ധമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞ ക്യാപ്റ്റന്റെ അവിടെയൊക്കെ ഇത് അങ്ങനെ അഴിച്ചൊക്കെ നോക്കാനാണ് ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് സീൻ മാത്രമേ പുറത്തൊരു ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ഇതൊക്കെ കണ്ടോ, ഇവിടെയാണ് കോമഡി ഇരിക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇടാതെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലം ഇതാ. പറഞ്ഞില്ല, അങ്ങനെ കമന്റ്സ് ഒക്കെ വരും, മനസ്സിലാവും ആളുകൾക്ക്. പക്ഷെ ഇത് കാണാനൊരു രസമാണ്. ഇതിനകത്ത് നമ്മൾ ഇവർക്ക് ഈ കപ്പലിലുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കപ്പലുള്ള വെള്ളത്തിൽ വീണു, ഈ വെള്ളത്തിൽ നിന്നാണ് പൊക്കി എടുക്കുന്നത്, ഭയങ്കര സംഭവമൊക്കെ തന്നെ. പക്ഷെ അവർക്കത് ശരിക്കും ഒരു ഡെയിലി ലൈഫ് സംഭവമാണ്, മനസ്സിലായില്ലേ?
അതായത് എപ്പോഴും കടലില്ല, അവർ കൂടുതൽ സമയം കടലില്ല. അവർ കരയിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ കാലിൽ സ്റ്റെപ്പിലൊക്കെ തട്ടി വീണിട്ട് മൂക്കിൻ്റെ പാലൊടിഞ്ഞ് ചോരയൊക്കെ വീണിട്ട് മോന്തടിച്ച് വീണിട്ട്. ഈ കപ്പലിൽ വെള്ളത്തിലൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവർക്ക് അവിടെ അപകടം ഉണ്ടില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ എല്ലാ ദിവസവും പോയിട്ട് ഒരു വർഷത്തിൽ കുറച്ചൊക്കെ മരിക്കും. അതിപ്പോൾ റോഡിൽ അത്രയും പേര് മരിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒന്നാലോചിക്കുക. അതുമല്ല ഇവർ കട്ടിലെന്നൊക്കെ വീഴും തലടിച്ച്. എന്താ കാര്യം വെച്ചാൽ കപ്പലിൽ ഇങ്ങനെ അനിങ്ങനെ കിടന്നു ശരിച്ച് ബാലൻസ് ചെയ്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് അറിയാതെ ഉറക്കത്തിൽ നിന്ന് ഈ ബാലൻസ് സെറ്റിന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞ് കട്ടിലിൽ നിന്ന് വീഴും. അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ? ഞാൻ ഈ കപ്പലല്ലാതെ എനിക്കറിയത്തില്ല. ഇവരെ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ അറിയാണ്ട് ഇങ്ങനെ ആടിക്കൊണ്ട് ഇരിക്കുമെന്ന് പറയുന്നത്. വെള്ളം കുടിക്കുമ്പോൾ അറിയാതെ കമന്നു പോകും. കാരണം അവരെ ബാലൻസ് മനസ്സിലായില്ലേ? കപ്പൽ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിക്കളെ അറിയാവുന്ന, കാരണം അവർ മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. അവിടെ എന്ന് പറയുമ്പോൾ അവർ വെള്ളത്തിൽ കിടന്ന് കളിക്കുക. അവർക്ക് ഈ സാധനം എന്നും ഉള്ളതാണ്. നമുക്ക് ആ സംഭവം അറിയാം. നമ്മൾ ഈ റോഡിലൊക്കെ വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെ തന്നെ അവിടെയും പോയി അവർ കുറച്ച് പേര് മരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവർക്കത് ഇവിടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഈ റോഡിൽ കൂടെ ഓടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നടന്നു പോകുമ്പോൾ വീട്ടിലേക്ക് ഇരിക്കുക, മനസ്സിലായില്ലേ? കിടന്നുറങ്ങി എഴുന്നേറ്റ് നേരെ കടലിലേക്ക് പോയി. ചിലപ്പോൾ അതുപോലെ ഈ ഷിപ്പിൽ പോകുന്നവർ പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. കൂടുതൽ സമയം അവർ കടലിലൊക്കെ ആയിരിക്കും. അതാണ് അവർക്ക് നല്ലത്. ഇടയ്ക്കൊക്കെ കരയിലോട്ട് വരാവും. ഈ ഗൾഫിൽ പോകുന്ന പോലെ. ഗൾഫിൽ പോകുന്ന ഇങ്ങനെയല്ല എന്നാലും ഞാൻ പറയുക. പക്ഷേ അതിനിടയിൽ ഒരു വ്യത്യാസമുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം, കടൽച്ചൊരുക്ക് അങ്ങനത്തെ സംഭവമായിട്ടൊക്കെ പൊരുത്തപ്പെടണം. ആദ്യമൊക്കെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കടപ്പുറത്തൊക്കെ ജീവിക്കുന്നവർ കടലിലൊക്കെ പോകുന്നിടത്ത് ആരും ഛർദ്ദിക്കുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് പേർക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കിയെല്ലാം ജനറ്റിക്കലി അവർ അവിടെ തന്നെ ഒരു തലമുറകളായിട്ട് ജീവിക്കുന്നവർക്ക് കുഞ്ഞു തൊട്ട് അങ്ങോട്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത്. കടലൊക്കെ ചുമ്മാ കൊച്ചു പിള്ളേർക്ക് ഇറങ്ങി പോകും. ഇതൊക്കെ നമ്മളങ്ങനെ ഇറങ്ങിപ്പോയാലോ അതുവഴി അങ്ങ് പോകും, മനസ്സിലായോ? അപ്പോൾ ഈ ലോകം ഡിസ്കവറി ചാനലില്ല. നിങ്ങൾ ചാനലൊന്ന് വേണേലൊന്ന് റെഡിയാക്കി വെച്ചു. ഇഷ്ടംപോലെ അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും. ഇവിടുത്തെ ഈ തീട്ട പരിപാടി, മറ്റേ പെണ്ണുങ്ങളൊക്കെ കൂടെ എന്താ പറയുക റീൽസ് ഉണ്ടാക്കുന്ന ഇതും കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കത്തില്ലേ, അതിന് സബ്സ്ക്രൈബും ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എന്താ ഇടുന്ന ഇവിടുത്തെ കുറേ ഉടുപ്പ് ഇട്ട് കുറേ മേക്കപ്പും ചെയ്ത് ഉടുപ്പുകൾ മാറി ഇട്ട് കറങ്ങി കാണിക്കുക. ഈ നാട്ടിൽ ഇപ്പോൾ കുറച്ച് പിള്ളേർ, ഏറ്റവും പുതിയ ജനറേഷൻ പിള്ളേർ കുറച്ച് ബെറ്റർ കേട്ടോ. അവിടെ കണ്ടൊക്കെ വേറൊരു ലെവൽ രസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു 25 വയസ്സിന് വെണ്ണയ്ക്കോട്ടുള്ള ഐറ്റങ്ങളൊക്കെ പാഴ. 30 വയസ്സിന് മേലോട്ട് എടുക്കാം. കട്ട പാഴുകൾ, ആണും പെണ്ണും ഒക്കെ കണക്കാം. ഒന്നും കാണാൻ കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല. കാഴ്ചയിലും കൊള്ളത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതുങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാം ഒരുതരം പിന്തിരിപ്പന്മാരും ഒരുതരം ഇമോഷൻസും ആവശ്യമില്ലാത്ത കുറേ കച്ചറ പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഓൺലൈൻ കയറി തന്നെ ജനറേഷൻ ഞാൻ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ. കാരണം ചെറിയ പിള്ളേർ നമ്മൾ ഈ കച്ചറയില്ല. ഈ 30-30 വയസ്സ് കഴിഞ്ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പണത്തട്ടിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പെണ്ണ് കേസ്, അവിഹിതം, പിന്നെ ഈ അലമ്പുകൾ, കച്ചറകൾ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി, മനസ്സിലായില്ലേ? കുശുമ്പ് കുന്നായ്മയും പറയാം, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ എന്തുപോലും കണ്ടു വരുന്നു നോക്കി. പിന്നെ ഈ ഫാമിലിക്കകത്ത് വരുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടി വേണേശേ ആ കൊച്ചിനെയൊക്കെ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് കാണും, നോക്കട്ടെ. കുറേ പിള്ളേർ, അത് പെൺപിള്ളേരെ ഞാൻ കണ്ടത് നല്ല കണ്ടന്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പിള്ളേർ ഈ പൊളിറ്റിക്സും ഇങ്ങനത്തെ പരിപാടിയൊന്നും അല്ല അവർ പിടിക്കുന്നത്. ട്രാവലൊക്കെ ചെയ്യുന്ന നല്ല രസം കാണാനായിട്ട്, നല്ല ക്യാമറ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ അറിയാവുന്ന പിള്ളേരൊക്കെ നല്ല വിഷ്വൽ തരുന്നു, നല്ല രീതിയിൽ ഭയങ്കര കാമായിട്ട് പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. നല്ല പിള്ളേരുണ്ട്. ഇപ്പം മലയാളത്തിൽ അത്യാവശ്യം ഇതാരാ ഇതല്ല, അവരുടെ ക്യാമറ വർക്കും എഡിറ്റിങ്ങും ലൈറ്റിങ്ങും കളറിങ്ങും എല്ലാം നല്ലത്, കാണാനും നല്ലത്. ഇതാണ്ട് പ്രായമായ ആൾക്കാരൊക്കെ കിടന്ന് കാണിക്കുന്ന എല്ലാം ഇതൊക്കെ ആയിരിക്കും. പിന്നെ എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല, ആരാന്നും അറിയത്തില്ല, ആദ്യമായിട്ട് കാണുക. ഈ പ്രായം കൂടിയ ആൾക്കാരെ ടിക്ടോക്ക് പോലത്തെ പരിപാടി, ഈ ഡബ് സ്മാഷ്, അങ്ങനെ ഇത് ചെയ്തില്ല, ലിപ്സിങ്ക്, ഉടുപ്പിട്ട് കറക്കം, ഓരോ മേക്കപ്പ് ഇട്ടിട്ട് വന്ന് നിൽക്കുക, പാട്ട് പാടുന്ന പോലെ അഭിനയിക്കുക, ഇതെല്ലാം 35 വയസ്സിന് മേളിലായിരിക്കും. 30 കഴിഞ്ഞാണ്. അല്ലാത്ത പിള്ളേർ ഇങ്ങനെ അല്ല, അതറിയാത്തതുകൊണ്ടാ. ഓരോ ദിവസം കഞ്ചാവ് തോട്ടത്തിനെ കൂടെ നടക്കുന്ന വീഡിയോ തന്നെ ഇടുക. ഇതൊക്കെ എവിടെയാണോ എന്തോ കഷ്ടമുണ്ട്. ഇവിടെ തൂഫാൻ എന്ന് പറഞ്ഞ കുറേ പേര് ഉണ്ട്, എനിക്കറിയാവുന്നവർ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇവക്കൊക്കെ എന്തിൻ്റെ കേടാ ഇത് തന്നെ പരിപാടി. ഇതും പിടിച്ചോണ്ടിരിക്കുക, തുടങ്ങുന്നു ഡാൻസ്. അയ്യോ, കഷ്ടം. അതിനിടയിൽ കുറച്ച് തൊട, ഇത് തന്നെ, അത് തന്നെ. കാറ്റടിക്കുമ്പോൾ പാവാട ഒന്ന് പൊങ്ങും, അപ്പോൾ അതൊന്ന് കാണാം, കൈ ഇങ്ങനെ മുക്കി കാണിക്കുന്നു. ഇത് തന്നെ, ഇതൊക്കെ സ്ഥിരം പരിപാടി. എന്നാ മതിയായില്ല തന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടോളൂ. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇവരോട് എനിക്ക് സങ്കടം തോന്നുന്നു കേട്ടോ. ഈ അവസ്ഥ ഇതിൻ്റെ മുന്നിൽ കിടന്ന് ഇനിയും നല്ല ഒരു സമയം കുറച്ചൊക്കെ കൊള്ളാമെന്നത്. പിന്നെ ഇതാരാ നല്ല വിഷ്വൽ എടുത്തുകൊണ്ട് വരുന്ന കുറേ പിള്ളേരുണ്ട്. ഞാൻ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാകുന്നു, അതിനെ കാണുന്നില്ല. ഇതെന്തോ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര മോശമാണ് നമ്മളിവിടെ. കുറച്ച് കുറവാണ്, എനിക്ക് കിട്ടുന്നില്ല, കാണുന്നില്ല. എന്തിലാട്ടെ. അപ്പം ശരി, വീണ്ടും കാണുന്നവരെ നന്ദി.